ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ. വേറെ ഒന്നുമല്ല കേട്ടോ, ഞങ്ങൾ നാട്ടിൽ നിന്നപ്പോൾ ഉള്ള ഒരു നൈറ്റ് വൈബാണ് കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾ അച്ഛനും മമ്മിയും കുഞ്ഞുമണീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു സ്ഥലം വരെ പോയി കേട്ടോ. പോയപ്പോൾ ഈ ഒരു സ്കൈ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറേ പോയി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി ഒന്നും കിട്ടിയില്ല, എന്നാലും എടുത്തു. ഞാൻ വന്നിരിക്കുന്നത് ഈ സ്ഥലത്താണ്, കോന്നി ഫെസ്റ്റ്. ഞങ്ങളുടെ സ്ഥലം കോന്നിയാണെന്നറിയാലോ, തണ്ണിത്തോട് കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ട്. ഒരു 5-8 കൊല്ലമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഗതിയാണിത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമേ ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടേക്കോ ഒരു സ്ഥലം കിട്ടിയെടുത്ത് പാർക്ക് ചെയ്തു. ഞങ്ങൾ വന്നപ്പോഴാണ് അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് അതിലും തിരക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കയറിപ്പോയതേ അച്ചാച്ചൻ ടിക്കറ്റ് എടുത്തു. ഇതാണ് കോന്നി ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ എൻട്രി അങ്ങോട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനൊരു ഫ്ലവർ ഷോയാണ് കാണാൻ പറ്റുന്നത്. അടിപൊളി രസമായിരുന്നു കാണാൻ. ഞാൻ എൻ്റെ വീഡിയോ അച്ഛൻ്റെ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ട് ആളെ ഇവിടെ ഗണ്ടൊക്കെയോ പിടിച്ചോണ്ട് നിൽക്കുന്ന പോലെ തോന്നി. അതിന് ഞാനാണെങ്കിൽ കളിയാക്കി മമ്മിയോട് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ പോയി നോക്കാം. ഒരു ആർച്ച് പോലെ നമ്മുടെ മഴവില്ല് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിലൊരു ഊഞ്ഞാൽ. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ അതിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല, കൊച്ചു പിള്ളേർ ചെയ്യുന്നതാണ്, നീ ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ട് ആവണ്ടേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പോയപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷ അതിനും നല്ലതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ കുഞ്ഞുമണീസിനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ കയറി ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അത് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മളിതേ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഷീറ്റിട്ട ഒരു ഇതുണ്ടായിരുന്നു. അതിലൂടെ കയറി നമ്മളിതേ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇനി മൊത്തം സ്റ്റാളുകളാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ഫർണിച്ചറിൻ്റെ സ്റ്റാളായിരുന്നു. അത് കഴിഞ്ഞ് മസാജിൻ നമ്മുടെ മെഷീൻ്റെയൊക്കെ ഇത്. അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങളിങ്ങനെ കണ്ടുപോയി. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളങ്ങോട്ട് ഫുള്ളായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 9 മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അത് അതിലും കൂടുതലായി പോവും. അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ രീതിയിലുള്ള സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണം എന്ന് വെച്ചാൽ അതവിടെ കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ബെഡ്ഷീറ്റിൻ്റെ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും മമ്മിയുടെ അതിൻ്റെ പുറകെ കയറി. ഞാനും കുഞ്ഞുമണീസോടെ എവിടെ ഫുഡ് കിട്ടുന്നോ അവിടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കിട്ടുന്നിടത്തോട്ട് വന്നു കേട്ടോ. കുറേ സ്നാക്സ് ഐറ്റംസ് നിരത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കുഞ്ഞുമണീസ് ഇങ്ങനെ നോക്കിയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അതിൽ കുറേ ഐറ്റംസ് ഞാൻ മിക്സ് ചെയ്ത് ഒരു 1/2 kg വാങ്ങി കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 200 ആയിരുന്നു. ഇത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ കുറിക്കുന്ന വകകളല്ലേ, മധുരവും എരിവും എല്ലാം അവിടെ മിക്സ് ചെയ്തിട്ടങ്ങ് വാങ്ങി കേട്ടോ. പിന്നെയും നമ്മളിങ്ങനെ പോകണം. ഇത് നിങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം സാധനങ്ങൾ കിട്ടാമോ അതെല്ലാം അവിടെ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. A to Z സാധനങ്ങൾ ഓരോ സ്റ്റോളിലായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരുപാട് ടോയ്സിൻ്റെ കടകളുണ്ട്. അത് പിന്നെ അത് വേണം ഇത് വേണം എന്നുള്ള വഴക്കായിരുന്നു. പക്ഷെ ഞാൻ അധികമൊന്നും വാങ്ങിയില്ല കേട്ടോ. അധികമൊന്നുമല്ല, വാങ്ങിയതേ ഇല്ല. പിന്നെ നമ്മുടെ സെക്ഷനായ ഈ ഒരു നമ്മുടെ അക്സസറീസിൻ്റെ ഇതിൽ വന്നപ്പം എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ കേട്ടോ. എന്നിട്ട് ഞാൻ അവിടുന്ന് 2 കമ്മലൊക്കെ വാങ്ങി കേട്ടോ. കൊച്ചുങ്ങൾക്കൊന്നും വാങ്ങിയില്ലെങ്കിലും നമുക്ക് വാങ്ങണമല്ലോ, അതാണല്ലോ മുഖ്യം. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ബുക്ക് സ്റ്റോൾ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേയും കുഞ്ഞുമണീസിൽ വലിയ ആൾക്ക് ഇച്ചിരി വായിക്കാനൊക്കെ ഇച്ചിരി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ പോയി കുറേ തപ്പിയെടുത്ത് ഏതാണ്ട് ഒരു സാധനം വാങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ നമ്മുടെ ഫുഡ് ഐറ്റത്തിൻ്റെ അവിടെ വന്ന് ഹലുവാടടിക്കുക വന്നിങ്ങനെ നിന്നു. എന്നിട്ട് ഒരു ചെറിയ ഒരു 1/4 kg ഒരു ഹലുവ മാത്രം വാങ്ങി. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അച്ചാറിൻ്റെ സെക്ഷൻ. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നാക്കിൽ വെള്ളം ഊറി കേട്ടോ. അതുപോലെ അച്ചാറിൻ്റെ മണവും എല്ലാം ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലിട്ട അച്ചാറുകളാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. ആ ഒരു കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന സൂപ്പർ സാധനമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ അവർ തരും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനാണ് നമ്മുടെ മാങ്ങ ഇച്ചിരി വലിയ പീസ് പറഞ്ഞപ്പോഴേ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. നിങ്ങൾ നമ്മുടെ റെക്കോർഡ് ചെയ്തപ്പോഴേ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്ന സൗണ്ട് നിങ്ങൾ കേട്ട് കാണുമല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നമ്മുടെ മാങ്ങായും വെളുത്തുള്ളി അച്ചാർ വാങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെ കടൽ പോലെ ഓരോരോ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ 3D സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്വീറ്റ്സിൻ്റേത്, നമ്മുടെ പഴയ രീതിയിലുള്ള മിഠായികൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ചെന്ന് ഞാനൊന്ന് നോക്കി. ഇനി ഇങ്ങനെ ഫുഡ് ഐറ്റം വാങ്ങി അച്ഛൻ എന്നെ തല്ലിക്കൊല്ലും എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങ് മാറി കേട്ടോ. അങ്ങനെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, അങ്ങനെ പറയണ്ട എല്ലാ രീതിയിലുള്ള നമ്മുടെ ഫോട്ടോസ് എടുത്ത് തരുന്നത്, തേന്, ചിപ്സ്, പപ്പടം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കവിടെ കിട്ടുമായിരുന്നു കേട്ടോ.
വീണ്ടും ഞാൻ കറങ്ങിത്തിരിക്കും നമ്മുടെ അസസറീസിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ നിന്ന് കൊച്ചുങ്ങളെ എന്നെ കലയാക്കിയിട്ട് ലാസ്റ്റ് അവർ ഓടി അച്ചാച്ചൻ്റെയും മമ്മിയുടെ അടുക്കൽ പോയി കേട്ടോ. അങ്ങനെ ഇങ്ങനെ കണ്ട് വന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു റിലേറ്റീവിനെ കണ്ടത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കെട്ടിപ്പിടുത്തം ബഹളം അങ്ങനെ ആയി കേട്ടോ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മമ്മിയുടെ കസിനാണ് കേട്ടോ. പുള്ളിക്കാരി ഞങ്ങൾ ഒരു 1 ഏജിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആളെ കാണാൻ പറ്റി. അവിടെ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളെയും അച്ചാച്ചനെയൊക്കെ കണ്ടു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ തപ്പിപ്പോയപ്പം അച്ചാച്ചനും അവരോട് കണ്ട് കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ അവരെ വിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ അച്ചാച്ചനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും നടന്നു കേട്ടോ. ഓരോരോ സെക്ഷനിൽ ചെന്നിട്ട് ഇങ്ങനെ കണ്ടു പോയതേ ഉള്ളൂ. അധികം സാധനമൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ ആദ്യം പോരെ വാങ്ങിയത് 2 കമ്മലും കുറേ കഴിക്കുന്ന നമ്മുടെ തട്ടുന്ന സാധനങ്ങളുമാണ് കേട്ടോ. പിന്നെ കുഞ്ഞുമണീസും കൂടില്ല, അച്ചാച്ചനും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പം നേരെ ഈ ഐസ്ക്രീമിൻ്റെ അവിടെ വന്നിട്ട് 2 ഫ്ലേവറുള്ള ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും ഐസ്ക്രീം വാങ്ങി ഞാൻ ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞുമണീസ് കണ്ടു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവർ കാണുന്നതിന് മുമ്പ് കഴിച്ച് തീർക്കണം എന്നൊക്കെ വെച്ചിട്ട് അവർ കണ്ട് കേട്ടോ. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു ഫുഡ് സെക്ഷൻ്റെ അവിടോട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല. വീട്ടിലെല്ലാം റെഡിയാക്കിയിട്ട് വന്നത് കൊണ്ട് നമുക്ക് ഫുഡ് ഇങ്ങനെ വാങ്ങണമെന്നുള്ളതൊന്നും തോന്നിയില്ല കേട്ടോ. സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ളൂ. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്റ്റാളിനുള്ളിൽ തന്നെ നമ്മുടെ കാറുകളുടെയും സ്കൂട്ടറിൻ്റെ ഒക്കെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ കൂടെ വന്ന വഴിക്കതേ അവർ കണ്ടു. എൻ്റെ ഐസ്ക്രീം കണ്ടിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അവർ. എന്നിട്ട് അവരൊക്കെ നടന്നു പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഴമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സംഗതി കൂടെയാണ് ഇങ്ങനെയുള്ള ഫെസ്റ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കോന്നി ഫെസ്റ്റ് കൊണ്ടുവന്നത് അടൂർ പ്രകാശ് MP ആണ്. നമ്മുടെ നാട്ടിൽ MLA ആയിട്ട് നിന്ന് പുള്ളിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതിന് പുള്ളിയോട് നന്ദി പറയുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്ന നേരെ നമ്മളൊരു സെക്ഷനിലോട്ട് കയറാൻ പോവാണ് ഇനി. അവിടെ നിന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ രാവിലെ വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഇതായേനെ. നമ്മൾ ഈ സന്ധ്യ കഴിഞ്ഞ് വന്നോണ്ടാണെന്നറിയില്ല. അവിടെ വേറെ കുറേ പക്ഷികളും നമ്മുടെ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ നൈറ്റ് വന്നോണ്ടാണോ എന്താ അറിയത്തില്ല, കുറേ ലവ് ബേർഡ്സും അല്ലാതുള്ള കുറച്ച് കിളികളും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു സെക്ഷനാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. പാമ്പും പക്ഷികളും ഒക്കെ ഉള്ള ഒരു സെക്ഷനായിരുന്നു. പക്ഷേ പാമ്പിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ വേറെ കുറേ ആൾക്കാരുടെ വീഡിയോയിൽ അത് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങുന്നത് മെയിനായിട്ടുള്ള ഒരു ഫുഡ് കോർട്ടിൻ്റെ അവിടോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് വാടി തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നടന്ന് വന്നപ്പോഴേക്കും കുഞ്ഞുമണീസും മമ്മിയൊക്കെ ഒരു തളർച്ച പോലെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് പോയി ഒരു സർബത്ത് ജ്യൂസ് വാങ്ങിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചത് കൊണ്ടുകൂടി എനിക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. ജ്യൂസ് കുടിക്കണമെന്നൊന്നും തോന്നിയില്ല. പിന്നെ മമ്മിയൊക്കെ നടന്ന് ഇത്രയും വന്നതല്ലേന്ന് ഓർത്തിട്ട് ജ്യൂസ് വാങ്ങാനായിട്ട് അച്ഛൻ പോയി കുഞ്ഞുങ്ങൾക്കൂടെ. പിന്നെ അവിടെ ഓരോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ നടത്തുന്ന കുറേ നാടൻ ഫുഡുകളായിട്ടുള്ള എല്ലാ, സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോമോസ്, ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഐറ്റംസ്. പിന്നെ നമ്മുടെ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, അല്ലാതുള്ള സർബത്ത് ജ്യൂസ് ഉണ്ടായിരുന്നു. വെളിയിലോട്ട് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് അല്ലാതെ കുറേ കാര്യങ്ങളെ നമ്മുടെ പൊരി, കപ്പലണ്ടി വറുത്തത് അങ്ങനെയുള്ള കുറേ സ്നാക്സുകൾ കേട്ടോ. അത് നമ്മൾ വാങ്ങി കേട്ടോ. നമ്മുടെ ബേൽപൂരി ടൈപ്പുള്ള ഒരു സാധനം വാങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ല ഏതാണ്ടൊക്കെ കുതിര സവാരിയോ ഏതാണ്ടൊക്കെ കുറേ ഫോട്ടോ സെക്ഷൻ എടുക്കുന്ന രീതികളോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കടലയും ഈ പറഞ്ഞ സാധനങ്ങളും ഒക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച് നേരെ നമുക്ക് പോകാമെന്ന് വെച്ചു. അവിടെ കുറേ സമ്മേളനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആകും, നമുക്ക് കാട് കീറി അങ്ങ് തന്നിത്തോട് ചെല്ലേണ്ടതാണ്. അപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വല്ല ആനയോ പുലിയോ ഒക്കെ ഇറങ്ങിയാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം തന്നെ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. അച്ഛൻ പപ്പ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരോടാണ് പോയത് കേട്ടോ. കപ്പലണ്ടിയൊക്കെ വാങ്ങി കൈ വെച്ചിട്ട് നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെ അതുമൊക്കെ കണ്ട് നേരെ പുറത്തേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ നടന്നു കേട്ടോ. പിന്നെ അതിനകത്തോട്ട് നേരെ നമ്മുടെ കാറിലോട്ട് വന്ന് കയറി എല്ലാവരും കൂടെ
കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇത് കഴിക്കുന്ന കഴിപ്പ് നോക്കിയ കുഞ്ഞുമണീസിൻ്റെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പലണ്ടിയൊക്കെ. അങ്ങനെ മമ്മിയും ഞങ്ങളും എല്ലാവരും അതെല്ലാം കഴിച്ച് നേരെ അവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ കോന്നി ഫെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും ഉള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമുക്ക് മിസ്സായ കാര്യങ്ങളാണ്, അത് നടന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.